ശ്രീമദ് ഭാഗവതത്തിൽ 7 ദിവസങ്ങളായിട്ട് നടക്കുന്ന യജ്ഞത്തിൻ്റെ തലേ ദിവസമാണ് സാധാരണ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് യജ്ഞം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ മാഹാത്മ്യ ഭാഗമായിട്ട് 6 അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ 6 അധ്യായങ്ങൾ സാധാരണഗതിയിൽ പാരായണം ചെയ്യുകയും ആ പാരായണ വിഷയങ്ങളെ തലേ ദിവസം തന്നെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. അത് ഭാഗവതത്തിലേതല്ലാത്തത് കൊണ്ടാണ് ഭാഗവത യജ്ഞം ആരംഭിക്കുന്നതിൻ്റെ തലേനാൾ ഇത് പാരായണം ചെയ്യുന്നത്. ഈ 6 അധ്യായങ്ങളും യഥാർത്ഥത്തിൽ പത്മപുരാണത്തിൽ നിന്നും എടുത്തു ചേർത്തിരിക്കുന്നതാണ്. അതിലാദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ 2 കഥകളും 6-ാമത്തെ അധ്യായത്തിലൂടെ ഒരു ശ്രീമദ് ഭാഗവത മഹായജ്ഞം എങ്ങനെ നടത്തണമെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറയുന്നതായ ഒരു അധ്യായത്തോടു കൂടിയ അങ്ങനെയുള്ള 6 അധ്യായങ്ങളിലൂടെയാണ് ഭാഗവത മാഹാത്മ്യം അവിടെ വർണ്ണിക്കുന്നത്. എന്തുകൊണ്ട് തലേ ദിവസം ഭാഗവതം മാഹാത്മ്യം കേട്ടുകൊണ്ട് ഈ പുരാണ ശ്രവണത്തിന് നമ്മൾ തുനിയണം എന്നൊരു നിബന്ധന ഈ യജ്ഞങ്ങൾക്ക് മുന്നോടിയായിട്ട് വെച്ചു. കാരണം ഭാഗവത പുരാണത്തിലെ യാതൊന്നും തന്നെ അല്ല അതിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു സൂചന നൽകിയിട്ട് വേണം നാളെ മുതൽ 7 ദിവസങ്ങളിലായിട്ട് ഓരോരുത്തരും തുടർച്ചയായിട്ട് ഭാഗവത ശ്രവണം നടത്തേണ്ടത്. എന്തിനിത് പറഞ്ഞു വെച്ചു? അതിന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഇതായിരുന്നു: ഫലം വിനാ ന മന്ദോപി പ്രവർത്തതേ. ഒരു ഫലവും കിട്ടത്തില്ല എന്ന് വന്നാൽ ഒരു വിഡ്ഢിയും ഒരു കർമ്മവും ചെയ്യില്ല. യാതൊരു സംശയമില്ല. ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു കർമ്മത്തിന് വ്യാപൃതനാകണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുമോ? ആരും ചെയ്യില്ല. എല്ലാവരും ഈ കഴിഞ്ഞ ഓണത്തിന് 1-ാം തരം ബമ്പർ ടിക്കറ്റ് എടുത്തവരായിരിക്കും 90% ആളുകളും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ ജനങ്ങൾ എത്രയോ രൂപയുടെ ടിക്കറ്റ് എടുത്തു? എന്ത് കണ്ടുകൊണ്ടാ? ഓണം ബമ്പർ എന്നും പറഞ്ഞൊരു ടിക്കറ്റ് വെച്ചാൽ ഒരുത്തനും എന്തെടുക്കില്ല? ഒരു ടിക്കറ്റും എടുക്കില്ല. നേരെ മറിച്ച് അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചിട്ടുണ്ട്, എടുക്കുന്നവർക്ക് എന്ത് കിട്ടും? 15 കോടി. അപ്പം ആ ഫലം അവിടെ കിടന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഏതെടുത്തത്? ഈ ടിക്കറ്റ് എടുത്തത്. ആ ഫലം അവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ആ ടിക്കറ്റ് എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറ, തിരുമേനിയാണേലും പറഞ്ഞു, ചെറുപ്പക്കാരായിരിക്കുന്ന കുട്ടികളൊക്കെ വന്ന് ഭാഗവത ശ്രവണം നടത്തണം. ശരിയായ കാര്യമാണ്. ഇവിടെ തന്നെ എന്നെടുത്ത് നോക്കുക, എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്. അപ്പോൾ ഇവർക്കൊരു ചോദ്യം ഉണ്ടാവും. 7 ദിവസം ഞങ്ങൾ വന്നിരുന്ന് കേൾക്കാം. ഈ 7 ദിവസം ഞങ്ങൾ കേട്ടാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം പലരും ചോദിച്ചിട്ടും അനുഭവിച്ചിട്ടുള്ളവരല്ലേ? അങ്ങനെയുള്ളവർക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ 6 അധ്യായത്തിലൂടെ ആര് നൽകുന്നത്? വ്യാസൻ ഇട്ട്. അതുകൊണ്ട് 7 ദിവസങ്ങളിലൂടെ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന ഈ സാധനത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് ലഭിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഫലത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മളെ ഏതിലേക്ക് ആകർഷിക്കുന്നത്? ഭാഗവതത്തിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗവതം ഇന്ന് നമ്മളുടെ ഇടയിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തി, ഒരു കാര്യം കൂടെ പറയട്ടെ. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും ഭാഗവതത്തെ കാണുക. ഞാനും എൻ്റേതായ ചില താത്വിക വശങ്ങളിലൂടെയാണ് ഭാഗവതത്തെ കാണുന്നതും പ്രഭാഷണങ്ങൾ നടത്തുന്നതും. കാരണം എൻ്റെ ഐച്ഛികമായ വിഷയം വേദാന്തമായിരുന്നു. പഠിച്ചത് മുഴുവൻ ഉപനിഷത്തുക്കളും വേദവും ബ്രഹ്മസൂത്രം, ശങ്കരഭാഷ്യം, അതുപോലെ തന്നെ
വ്യക്തിവിവേകം, തർക്കം, ഇങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് ഇതിലെ വിഷയങ്ങളൊക്കെ ആ ഒരു തരത്തിലൂടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് ശരിയെന്നോ മറ്റത് തെറ്റെന്നോ അല്ല. പക്ഷേ ഇവിടെ ഭാഗവതത്തിൽ കിടക്കുമ്പോഴത്തേക്ക് ആ ശാസ്ത്രത്തെ ആകമാനം ഒരു ചിന്തയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിട്ടാണ് ഇവിടെ ഭാഗവതം ആരംഭിക്കുന്നത്. ഭാഗവതം പുസ്തകം ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. മുമ്പ് സ്വാമി പറഞ്ഞതുപോലെ ആ ഭാഗവത മൂലഗ്രന്ഥം കിട്ടുകയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആണെങ്കിൽ വളരെ വിലക്കുറവാണ്, ഒരെണ്ണം നിങ്ങൾ വാങ്ങുക. ആ മാഹാത്മ്യം ആരംഭിക്കുമ്പോൾ ഒരു വളരെ പ്രസക്തമായ ഒരു സ്തുതിയോടുകൂടിയാണ് ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുന്നത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം. പദം അടുത്തത് നുമ, നമയല്ല. ഇതാണ് ആദ്യത്തെ താങ്ങ് ഭാഗവതം തരുന്നത്. ഇവിടെ ഭാഗവതം വായിക്കുന്നവർ പോലും സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ എന്ന് ജപിക്കുമ്പോൾ ഭാഗവതത്തെ അടിമൂടി തെറ്റിക്കുകയാണ്. കാരണം അവർ നോക്കുമ്പോൾ നുമ നല്ല കിടക്കുന്നത് അക്ഷരത്തെറ്റാണ്. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയണത്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ജപിക്കരുത്. പദം നുമ എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ അർത്ഥം നമയുടെ തന്നെയാണ്. ഉത്തമ പുരുഷ ബഹുവചനമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. സംസ്കൃതത്തിൽ ലകാരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയും. ടെൻസ് 10 ലകാരങ്ങളാണ്. സാമാന്യമായിട്ട് പുരാണങ്ങളിലും സാധാരണയുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളിലും ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലും അതേപോലെയുള്ള നാടകങ്ങളായിക്കൊള്ളട്ടെ, മറ്റു പുരാണങ്ങൾ അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങളായിക്കൊള്ളട്ടെ, ആരണ്യകങ്ങളായിക്കൊള്ളട്ടെ, ഇവയുടെയൊക്കെ പ്രയോഗത്തിലൊക്കെ 9 ലകാരങ്ങളെ സാധാരണ ഉപയോഗിക്കുകയുള്ളൂ. ലട്ട, ലിട്ട, ലുട്ട്, ലിട്ട്, ലിങ്ങ, ലുങ്ങ, ഋങ് എന്നൊക്കെ പറയുന്ന സംസ്കൃതത്തിലെ 9 ലകാരങ്ങളെ ഉപയോഗിക്കൂ. വേദത്തിൽ മാത്രം പ്രയോഗിക്കുന്ന ഒരു ലകാരമാണ് ലേട്ട്. നമധാതുവിൻ്റെ ലേട്ട് ഉത്തമ പുരുഷ ബഹുവചനമാണ് നുമ. അർത്ഥം നമ എന്ന് തന്നെയാണ്. അതുകൊണ്ട് നുമ എന്നാ വെച്ചത്. അപ്പോൾ എന്തിനാ നമ വെച്ചാൽ മതിയായിരുന്നു? പക്ഷേ വ്യാസൻ കൊണ്ടുവച്ചത് നുമയാണ്. എന്തിനാ കാരണം? അതിൻ്റെ ഉത്തരം ആദ്യത്തെ വരി കിടപ്പുണ്ട്. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാ? സച്ചിദാനന്ദരൂപായ. എന്താ പദം പിരിക്കുമ്പോൾ? സത്ത്, ചിത്ത്, ആനന്ദ രൂപത്തിലിരിക്കുന്നവനും. അപ്പോൾ ആദ്യം പറയുന്നത് പരബ്രഹ്മമായിരിക്കുന്ന 3 അവസ്ഥാഭേദങ്ങളിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിൽ അനുഭവവേദ്യമായിരിക്കുന്നവനും എന്നർത്ഥം. ജാഗ്രത്തിൽ സത്ത്, സ്വപ്നത്തിൽ ചിത്ത്, സുഷുപ്തിയിൽ ആനന്ദസ്വരൂപനായിരിക്കുന്നവനും സച്ചിദാനന്ദരൂപായ. അടുത്തത് 3. നോക്കൂ. വിശ്വ ഉൽപ്പത്തിയാദിഹേതവേ. അതുകൊണ്ട് ഹേതവേ എന്ന് ബഹുവചനം വെച്ചത്. സംസ്കൃതത്തിൽ 2 എണ്ണം വന്ന ബഹുവചനമല്ല. 3 അതിൽ കൂടുതൽ വന്നെങ്കിൽ മാത്രമേ ഏതാവൂ? ബഹുവചനമാവൂ. അതുകൊണ്ട് അവിടെയും 3. എന്തൊക്കെയാ? വിശ്വ ഉൽപ്പത്തിയാദി. അവിടെ ഉൽപ്പത്തി സൃഷ്ടി, സ്ഥിതി, ലയം എന്നർത്ഥം. അപ്പൊ ഈ ജഗത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണഭൂതനായിരിക്കുന്നവനും. പിന്നെയോ വിശ്വോൽപത്യാദിഹേതവേ. അടുത്തത് 3. താപത്രയ വിനാശായ. 3 താപങ്ങളുണ്ടെന്ന താപത്രയം. ഏതൊക്കെയാ 3 താപത്രയം? ആദിലൗകികം, ആദിഭൗതികം, ആധ്യാത്മികം. ഈ 3 ദുഃഖങ്ങളുടെയും വിനാശായ ഇല്ലാതാക്കുന്നവനുമായിരിക്കുന്ന ആർക്ക്? ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇപ്പം എന്താ അർത്ഥം? നിങ്ങൾ കാണുന്ന ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എവിടം വരെ കാണും? മധുരയിലും അമ്പാടിയിലും ഓടിക്കളിച്ചൊരു കൃഷ്ണനുണ്ടല്ലോ. ആ കൃഷ്ണൻ ആ കൃഷ്ണനായിട്ട് മാത്രം കണ്ടാൽ പോരാ. ഗുരുവായിരിക്കുന്ന കൃഷ്ണനുമല്ല. പിന്നെ ഇവൻ ആരാ? സത്യചിത്ത് ആനന്ദം. പിന്നെയോ വിശ്വത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി കാരണങ്ങൾക്ക്
ആധാരഭൂതനും പിന്നെയോ നമ്മളുടെ 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനുമായ ആ അവനാണ് ഇപ്പോൾ ആദ്യമായിട്ട് അവതരിച്ചിരിക്കുന്നത്, ഈ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദത്തിൽ പറയുന്ന ബ്രഹ്മമെന്ന് പറയുന്ന, ആത്മസ്വരൂപമെന്ന് പറയുന്ന, ആത്മചൈതന്യമെന്ന് പറയുന്ന ഈ ഭഗവാനാണ് ഇന്ന് മധുരയിൽ കാണുന്ന ആരായിട്ട് അവതരിച്ചിരിക്കുന്നത്? ശ്രീകൃഷ്ണ പരമാത്മാവായി. അപ്പോൾ നിങ്ങളെ ശ്രീകൃഷ്ണനിലൂടെ എവിടേക്ക് കൊണ്ടുപോവുകയാണ്? പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെയാണ് നിങ്ങൾ ഇതിലൂടെ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപരമായിട്ട് നമാ വെക്കാതെ ഏത് കൊണ്ടുവന്ന് വെച്ചത്? നുമ എന്ന പദം അവിടെ വെച്ചെന്ന് ഞാൻ വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. ഇങ്ങനെയല്ല, കുറേ കൂടെ അതിൻ്റെ വ്യാപ്തിയിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇത്രയും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ശ്ലോകത്തിൻ്റെ ഒരു സാമാന്യാർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ താഴ്ത്തു പോരുകയാണ്. ഏതായാലും അങ്ങനെയുള്ള ഈ ഭാഗവത മഹാത്മ്യം പറഞ്ഞ് ആരംഭിക്കുന്നത്, ഏത് പുരാണങ്ങളും പറയുന്നത് പ്രസ്താവിക്കുന്നത് നൈമിഷാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് സൂത ശൗനക സംവാദമായിട്ടായിരിക്കും. സൂതൻ കഥാവക്താവായിട്ട് വരുമ്പോൾ ശൗനകാദി മഹർഷിമാർ ചോദ്യമുന്നയിക്കുന്നവരായിട്ട് വരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് നൈമിഷാരണ്യത്തിൽ ഇതേപോലെ ഒരു സത്രം നടക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് സൂതൻ അവിടെ എത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ധാരണയുണ്ട്, സൂതൻ എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു കൊടുക്കുന്നയാളാണ് സൂതൻ എന്നൊക്കെയുണ്ട്. അതൊന്നുമല്ല സൂതൻ. അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോണില്ല. സൂതൻ എന്ന് പറയുന്നത് കഥ പറഞ്ഞു കൊടുക്കുന്നവരാരും ആരാവില്ല, സൂതനാവില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഭാഗവത കഥ പറഞ്ഞാൽ ഞാൻ സൂതനാവില്ല. സൂതനാകുന്നത്, സൂതൻ എന്ന് പറഞ്ഞാൽ സച്ച് എ ടൈപ്പ് ഓഫ് ജോബ്, ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജോലിയാണ് ഏത്? സൂത വൃത്തി എന്നതിന് പറയുക. സൂതൻ എന്ന് പറയുന്നത് അവരാണ്. ഏതായാലും ആ നൈമിഷാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ ആ കലിയുഗ ആരംഭത്തിൽ ഇരിക്കുമ്പോഴാണ് അവർ സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് സൂതൻ പ്രവേശിക്കുന്നത്. അവിടെ വന്നുകൊണ്ടാണ് ഇവിടെ പറയുകയാണ്, കലിയുഗത്തിൻ്റെ ആരംഭമാണ്. എപ്പോഴാണ് കലിയുഗം? ഭാഗവത മാഹാത്മ്യത്തിൽ പറയും, യഥാ ഭഗവാൻ മുകുന്ദോ ക്ഷ്മാം തെക്തും സ്വപദം ഗദാ തദ്ദിനാത് കലിരായാത. എന്നാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഈ ഭൗതികമായ ശരീരം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നും യാത്രയായത്, ആ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചു. ഈ കലിയുഗാരംഭത്തിൽ എന്ത് ചെയ്താലാണ് നമുക്ക് ശ്രേഷ്ഠത കിട്ടുക എന്നറിയാനായിട്ടാണ് ഇവർ ഈ സത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട് ആ സത്രത്തിലേക്കാണ് സൂതൻ കയറി വന്നപ്പോൾ അവർ ചോദിച്ചു, സൂത, ഈ കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ എന്താണ്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭക്തി നേടി ഭഗവാനെ പൂർണ്ണമായിട്ടും ഭജിക്കണം. അപ്പോൾ ചോദിച്ചു, ഭക്തി എന്താണ്? ഭക്തി ഔഘവർദ്ധനം എച്ച സന്തോഷ ഹേതുകം എന്നാണ് മഹാത്മ്യം പറയുക. ഭക്തിയുടെ ഔഘവർദ്ധനം, അതിഭയങ്കരമായ വർധനം ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കലിയുഗത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കൂ. അങ്ങനെ അതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതം കേൾക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് ഇത്. മാത്രവുമല്ല, നിങ്ങൾ ആ ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജ്ഞാനത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ആ ജ്ഞാനത്തിലൂടെ നിങ്ങൾ സകലതിനെയും ഭൗതികമായ വിഷയങ്ങളെ ഉപേക്ഷിക്കാനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് അവിടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് ക്യാപ്സൂൾ പരുവത്തിൽ പറയാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ചുരുക്കി പറയുന്നത്. അവിടെ ചോദിച്ചത് എന്താണ്? ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം എന്നാണ് മഹാത്മ്യത്തിൽ പറഞ്ഞത്. എന്താണ്? ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാനായിട്ട് എന്ത് ചെയ്തു എന്നാ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഏത് പറഞ്ഞു കൊടുക്കുന്നത്? ഭാഗവതം. അങ്ങനെയാണെങ്കിൽ ഭാഗവതം കേൾക്കുന്നത് എന്തിനാണ്? നമ്മുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഭാഗവതം കേൾക്കുന്നത് ഭക്തിക്ക് വേണ്ടി മാത്രം ആണ്. തെറ്റാണ്. ചോദിക്കട്ടെ, ഈ ഭാഗവതം കേൾക്കാൻ ആരാ വന്നിരിക്കുക? ആരാ ഇരിക്കുന്നത്? വഴിയിൽ കൂടെ പോയവരാരും വന്നില്ലല്ലോ. പിന്നെ ആരാ വന്നത്? എന്തെങ്കിലും അല്പം ആണോ അല്ലയോ? അല്പമായിട്ടെങ്കിലും ഭക്തി ഉള്ളവനെ ഏത് കേൾക്കൂ? അപ്പൊ പിന്നെ
ഭക്തിയുള്ളവരല്ലേ ഇവിടെ വരികയുള്ളൂ. പിന്നെ അയാൾക്ക് ഭക്തി പറഞ്ഞു കൊടുക്കണോ? പിന്നെ അയാൾക്ക് ഇനി വേണ്ടത് എന്താണ്? ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ നിന്നുമാണ് വൈരാഗ്യം ജനിക്കേണ്ടത്. ഭക്തിയുള്ള ഇനി ഭാഗവതം കൊടുത്തിട്ട് ആർക്കും ഒരു ഭക്തി ഉണ്ടാവാനൊന്നും പോകുന്നില്ല. എനിക്ക് ചിലയിടത്തൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിക്കാറുണ്ട്, അവിടെ സപ്താഹം കഴിഞ്ഞു തീർന്ന ദിവസമായിരുന്നു. ഇനി ഞാൻ ചോദിച്ചു എന്തുണ്ടായി? ഒന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ? അവിടെ അങ്ങോട്ട് വിളക്ക് നിലവറയൊക്കെ എന്താണ് നിലവറയൊക്കെ വെച്ച് അങ്ങോട്ട് ഒത്തിരി വിളക്കുമൊക്കെ കത്തിച്ചു ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഭക്തി അവിടെ വഴിഞ്ഞൊഴുകുമായിരുന്നു. എവിടാ ഭക്തി ഒഴുകിയത്? ഇവിടെ. എവിടാ ഒഴുകേണ്ടത്? ഇവിടെ. അപ്പോ ഭക്തി അവിടെ ഒഴുകിയിട്ട് ഒരു കാര്യവുമില്ല. ഭക്തി ഒഴുകേണ്ടത് എവിടാണ്? അപ്പൊ ഈ ചെയ്യുന്നതൊക്കെ അവിടെ ഭക്തി ഉണ്ടാവാനായിട്ടാവരുത്. ഈ കാണിക്കുന്നത് കൊണ്ടെല്ലാം ആ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചുകൊണ്ട് ആ ഭക്തി എവിടെയാണ് തെളിയേണ്ടത്? ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഭക്തി ഉണ്ടാവേണ്ടത്. അല്ലാതെ വേദിയിൽ ഭക്തി ഉണ്ടായിട്ട് പ്രത്യേകത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ നല്ലത്, അങ്ങനെ തന്നെ മതിയാകും അതുപോലെ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ഈ തരത്തിലുള്ള ആ ഭക്തിവർദ്ധനവിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക, ഭാഗവതം കേൾക്കുക. ആ ഭക്തിയിലൂടെ നിങ്ങൾ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കണം, അതേപോലെ തന്നെ വൈരാഗ്യം ഉണ്ടാവണം. അതൊരു ചെറിയ കഥയിലൂടെയാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. വിസ്തരിക്കാനുള്ളതാണ്, അവിടെ ഒന്നും ഞാൻ വിസ്തരിക്കണില്ല. ഞാൻ ആ കഥയിലേക്ക് കിടക്കുകയാണ്. മുമ്പ് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ കലിയുഗം ആരംഭിച്ചു. അപ്പം കലിയുഗത്തിൻ്റെ പ്രാരംഭ ദിശയിൽ ഇതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നാരദ മഹർഷിക്ക് ഒരു സംശയം, ഈ കലിയുഗം എങ്ങനെ ഇരിക്കും, അതൊന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് നാരദർ സത്യലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാം വിസ്തരിച്ച് അവിടെ പറയുകയാണ്. ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുന്നു. ആശ്രമങ്ങൾ മുഴുവൻ യവനന്മാരെ കൊണ്ട് നിറയും എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യുക്തിവാദികളായിരിക്കും ഇപ്പോൾ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ കൊണ്ട് നടക്കുക. വളരെ വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ സംശയമുള്ളവർക്ക് പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ആ ശ്ലോകം എടുത്ത് കാണിക്കാം. മറ്റൊന്ന് പറയുന്നു, സകല വീടുകളിലും ദമ്പതീനാം ചകൽക്കനം, ഒരൊറ്റ വീട് പോലുമില്ല, ദിവസവും വടിപിടി ഉണ്ടാവാത്ത വീടുകൾ കലിയുഗത്തിൽ ഇല്ല. പിന്നെയോ സ്ത്രീകൾ മുഴുവൻ സമയം മെനക്കെടുത്തുന്നത് ഏതിൻ്റെ മുമ്പിലാണ്? ഇപ്പം മൊബൈലോ ടി വിയോ. പക്ഷെ അന്ന് ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു കണ്ണാടിയുടെ മുമ്പിലായിരുന്നു. കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? കേശാലങ്കാരത്തിനാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും. പിന്നെ അട്ടശൂല ജനപദ, ഭക്ഷണം എന്ന് പറയുന്നത് ദാനം ചെയ്യാനുള്ളതാണ്. പക്ഷേ കലിയുഗത്തിൽ ഇതേറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന സാധനമായി മാറും. സംശയമുണ്ടോ? നോക്കാം. ഇന്ന് നോക്കുക, ഈ ചങ്ങനാശ്ശേരി വാഴപ്പള്ളിച്ചിറയിൽ നിന്ന് ഈ ബൈപ്പാസ് കയറിയ എത്ര ഹോട്ടലുകളാ ഇന്ന് മുഴുവൻ കച്ചവട കേന്ദ്രമാക്കി ഏതിനെ വെച്ചിരിക്കുന്നു. പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അന്നം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകളും എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നിട്ട് തീർത്ഥ കേന്ദ്രങ്ങൾ മുഴുവൻ, തീർത്ഥാടന സ്ഥലങ്ങൾ മുഴുവൻ ഒന്നാം തരം ബിസിനസ് കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന ക്ഷേത്രങ്ങളും എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ എന്തിനുള്ള പരിപാടികളാ? വെറും കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റി. നിങ്ങൾ ആ 5-10 മേലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ച് ശ്ലോകത്തിൻ്റെ അർത്ഥമൊന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ശ്ലോകവും ഞാനെടുത്ത് വിസ്തരിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന് തീരെ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ്. ഏതായാലും ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് നാരദ മഹർഷി അല്പം ദൂരെ ഒരു കാഴ്ച കണ്ടത്. എന്താണ്? കുറേ സ്ത്രീകളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നു. ആ കൂട്ടം നിൽക്കുന്ന സ്ത്രീകളുടെ നടുക്കൊരു യുവതിയായ സ്ത്രീ ഇരുന്ന് കരഞ്ഞുകൊണ്ടുമിരിക്കുന്നു. വളരെ വേഗം നാരദ മഹർഷി നേരെ അവരുടെ അടുക്കലേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. അപ്പം നാരദ മഹർഷിയെ കണ്ട ഉടനെ തന്നെ ഈ കരഞ്ഞുകൊണ്ടിരുന്ന യുവതി അവിടെ നിന്നും ചാടി എഴുന്നേറ്റ്, ഭോ സാദോക്ഷണം ദിഷ്ട മച്ചിന്താമവിനാശയ എന്നാ പറഞ്ഞത്. ഭോ സാധോ, അല്ലയോ സാധുവായിരിക്കുന്നവനെ നിൽക്ക്, ക്ഷണം തിഷ്ട, അല്പനേരം നിൽക്കൂ, എൻ്റെ സംശയത്തെ ദൂരീകരിച്ചു തന്നാലും. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിന്റെ സംശയം? ഇപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ്, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പം ഈ സ്ത്രീ പറയുകയാണ്, അഹം ഭക്തിരിധിഖ്യാത
എൻ്റെ പേര് ഭക്തി എന്നാണ്. പിന്നെയോ ഇമൗമേ തനയൗ സുതൗ. ഈ രണ്ടുപേര് അപ്പോഴാണ് താഴേക്ക് നോക്കിയത്. രണ്ടുപേര് അവിടെ പൊങ്ങാൻ വയ്യാതെ വയസ്സന്മാരായിട്ട് കിടപ്പുണ്ട്. ഇമേ മേ തനയൗ സുതൗ ദ്വിവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് എൻ്റെ രണ്ട് ആൺമക്കളാണ്. ഈ നിൽക്കുന്ന സ്ത്രീകളെല്ലാം ആരാണ്? പുണ്യ സ്രോതസ്സുകളായിരിക്കുന്ന ഭാരതത്തിലെ പുണ്യനദികളാണ്. ഇവരെല്ലാം മൂർത്തി രൂപം കൈക്കൊണ്ട് കണ്ട് എൻ്റെ ദുഃഖം വന്നിട്ട് എൻ്റെ ദുഃഖത്തിൽ ഇടപെട്ട് അവരിവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്താണ്. വൃദ്ധിം കർണാടകേ, ഞാൻ വളർന്നത് എവിടെയാണ്? കർണാടകത്തിലാണ്. കൊചിത് കൊചിത് മഹാരാഷ്ട്രേ. നോക്കിക്കോ, പുസ്തകം ഉണ്ടെങ്കിൽ നോക്കിക്കോ. കൊചിത് കൊചിത് മഹാരാഷ്ട്രേ. പിന്നെ അവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് പോയി? മഹാരാഷ്ട്ര. നോക്കുക, 5000 വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ പേര് മുഴുവൻ ഉണ്ട്. ആലോചിച്ച് നോക്കുക. കൊചിത് കൊചിത് മഹാരാഷ്ട്രേ ഗുർജദാം ജീർണദാതദ. അവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് പോയി? ഗുജറാത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴോ ജീർണത, ഞങ്ങൾ 3 പേരും എന്തായിപ്പോയി? വൃദ്ധരും വൃദ്ധന്മാരും ആയിത്തീർന്നു. അപ്പം എൻ്റെ 2 മക്കള്, ഞങ്ങൾ ജനിച്ചത് ദ്രാവിഡ ദേശത്താണ്. അവിടെ നിന്നും കർണാടകയിലെത്തി. കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രത്തിൽ വന്നു. കുറേ കാലം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞു. അവിടെ നിന്ന് ഗുജറാത്തിൽ പോയി. ഗുജറാത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായത്. ഞാനും എൻ്റെ 2 മക്കളും ആരായി മാറി? വാർദ്ധക്യം. വളരെയധികം വിഷമിച്ചു. അവിടെ നിന്നും ഞങ്ങൾ നേരെ വൃന്ദാവനത്തിലേക്ക് പോയി. വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ കുഴപ്പമുണ്ടായി. ഞാൻ പഴയതുപോലെ ആരായി? യുവതിയായി. എൻ്റെ മക്കൾ ഇപ്പോഴും ആരായി കിടക്കുകയാ? വൃദ്ധന്മാരായിരിക്കുന്നു. അതുകൊണ്ട് ഈ വൃദ്ധന്മാരായിരിക്കുന്ന ഇവരെ കൂടെ എന്താക്കി തരണം? ചെറുപ്പക്കാരാക്കി തരണം. അങ്ങ് ആലോചിക്കുക എൻ്റെ ദുഃഖം. ആലോചിച്ച് നോക്കിയേ. അമ്മ 1ാം തരം യുവതി, മക്കൾ 2 പേരും വൃദ്ധന്മാര്. ഏതൊരമ്മയാ സഹിക്കുന്നത്? ഇപ്പം തന്നെ മക്കള് എന്താണ് ചെറുപ്പക്കാരായി കഴിഞ്ഞാൽ അമ്മ എത്ര കിലോയാ മേടിച്ച് തലേ പെരട്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പം പിന്നെ ഇതിങ്ങനെ അവർ സമ്മതിക്കുമോ? അതുകൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. അപ്പം അത്രയേ ഉള്ളൂ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. നാരദർ അങ്ങോട്ട് ഇരുന്നിട്ട് ഇവരുടെ അപ്പം ചോദിച്ചു, ഇവരൊക്കെ ആരാ? ഇവർ ഈ നദികളൊക്കെയാണ്. എന്നാൽ ഇപ്പം ശരിയാക്കി തരാമെന്ന്. നേരെ ഈ വൃദ്ധന്മാരായിരിക്കുന്ന അവരുടെ അടുക്കൽ ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശ്രേഷ്ഠങ്ങളായ മന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് ജപിച്ചു. അനക്കമില്ല. ഓർത്തോളുക. പിന്നെ അവസാനമായിട്ട് താൻ തന്നെ എഴുതിയ ഇന്നും ഭക്തിക്ക് എന്താണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നാരദ ഭക്തി സൂത്ര. 28 ശ്ലോകങ്ങളിലൂടെ ഭക്തിയെ വർണ്ണിക്കുന്ന ഗ്രന്ഥമാണ് ഏത്? നാരദ ഭക്തി സൂത്രം. അതുകൊണ്ടാണ് നാരദ മഹർഷിയെ ഭക്തിയുടെ ആചാര്യനായിട്ട് ഗണിച്ചിരിക്കുന്നത്. ആ നാരദ ഭക്തി സൂത്രം മുഴുവൻ ജപിച്ചു. അനക്കമില്ല. ഇത്രയായിട്ട് നാരദരാകപ്പാടെ സ്തംഭിച്ചു. എടാ, താൻ ഇത്രയും മന്ത്രങ്ങളും ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ടും അനങ്ങുന്നില്ലോ. അവസാനം എന്ത് ചെയ്തു? 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീത അങ്ങോട്ട് ചൊല്ലിക്കേൽപ്പിച്ചു. ഭഗവത്ഗീത അങ്ങോട്ട് ചൊല്ലി കേട്ട ഉടനെ തന്നെ ഈ 2 പേരും നടുവൊന്ന് പൊക്കി ഡുമ്മെന്ന് പറഞ്ഞ് താഴോട്ട് വീഴുകയും ചെയ്തു. പിന്നെ അനക്കമില്ല. ആകപ്പാടെ വിഷമിച്ചു നാരദര്. അവിടെ വെച്ച് ഈ സ്ത്രീയോട് പറഞ്ഞു, അപ്പോഴും ഭക്തി ഇരുന്ന് കരയുക, യൗവനയുക്തിയായ ഭക്തി, ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തും. അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കെ, ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി അവിടെ നിന്നും യാത്രയാവുകയാണ്. അങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് ആകാശത്തൊരു അശരീരി ഉണ്ടായത്. എന്തിനാ നാരദരെ വിഷമിക്കുന്നത്? ആ സൽക്കർമ്മം ചെയ്താൽ പോരെ. അശരീരി തീർന്നു. ആ സൽക്കർമ്മം ചെയ്താൽ പോരെന്നാ. ഇനി ഈ സൽക്കർമ്മം എന്താ? നാരദര് പിന്നെ ഈ സൽക്കർമ്മം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുക. കാണുന്നവരോടൊക്കെ ചോദിക്കും. ഒരിടത്ത് നിന്നും ഉത്തരം കിട്ടാതെ വന്ന ഒരു ദിവസം സരസ്വതി നദിയുടെ തീരത്തുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ച് ആരിയ്ക്കുകയാണ്? നാരദ മഹർഷി. ആ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിരിക്കുന്ന സനകാദികൾ, സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ എന്ന് പറയുന്ന 4 പേര് അവിടെ എത്തി. അവരെ കണ്ട ഉടനെ തന്നെ ആണുവണങ്ങി തൊഴുതുകൊണ്ട് ചോദിച്ചു, ആ സൽക്കർമ്മം എന്താ? എൻ്റെ നാരദരെ, ഏതാ സ്ഥലത്ത്? എനിക്ക് ഇത്ര നാളായിട്ടില്ല. ഇവിടെ ഒന്നുമില്ലടോ, ഭാഗവതം 7 ദിവസമായിട്ട് വായിച്ചു കേട്ടാൽ മതി. പിന്നെ ഓടുകയാണ് നാരദര്. ഓടിച്ചെന്നിട്ട്
ഭാഗവതം അവിടെ ഇരുന്നു കൊണ്ട് 7 ദിവസം ഈ വാർദ്ധക്യദശയിൽ കിടക്കുന്ന ആരുടെ ഈ 2 പുത്രൻ, അവരുടെ പേരും അവിടെ പറയുന്നുണ്ട്, ജ്ഞാനവും വൈരാഗ്യവും എന്ന മക്കളും ഭക്തി എന്ന അമ്മയും. ഇവരുടെ മുമ്പിൽ വെച്ച് ഈ ഭാഗവതം അങ്ങോട്ട് വായിച്ചു കേൾപ്പിച്ചു. 7-ാം ദിവസം ഉച്ചയോടുകൂടി ഭാഗവതം വായിച്ച് കേട്ട ഉടനെ തന്നെ ഈ 2 ആൺമക്കളും യൗവനയുക്തന്മാരായിട്ട് അവിടെ കിടന്ന ആനന്ദത്തിൽ ആറാടി അവിടെ ലയിച്ചിരിക്കുകയാണ്. അതിനുശേഷം നാരദർ പിന്നെ സപ്താഹം നടത്തി വേറെ പലരെയൊക്കെ ആനന്ദിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മാഹാത്മ്യം അവിടെ പറയുകയാണ്. ചോദിക്കട്ടെ, ഈ കഥ കേട്ടാൽ നമ്മുടെ പിള്ളേർ വിശ്വസിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എനിക്കും അത്ര വിശ്വാസമൊന്നും വന്നില്ല. പിന്നെ എന്തിനീ കഥ പറഞ്ഞു? ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞത് ഭക്തിയായിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ എന്താണ് ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും പറയുന്ന 2 വൃദ്ധന്മാരായ കുട്ടികൾ. ഈ കുട്ടികളെയാണ് ആരുണർത്തിയത്? 7 ദിവസത്തെ ശ്രവണം കൊണ്ട് ഉണർത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഭക്തി എന്ന് പറയുന്ന അമ്മ ആരാ? നമ്മളൊക്കെ തന്നെയാണ്. നമ്മളിലുള്ള ഭക്തിയാണ്. ഞാൻ പറഞ്ഞു ആദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ഭാഗവതം കേൾക്കാൻ ഇവിടെ വന്നു? അല്പമെങ്കിലും എന്തുണ്ട്? ഭക്തി നിങ്ങളിൽ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള 2 മക്കൾ ഇപ്പോഴും ഏത് ദശയിലാ? ജ്ഞാനവും വൈരാഗ്യവും ഇത് 2 വന്നിട്ടില്ല. ഉണ്ടോ? ഇതിപ്പോൾ വാർദ്ധക്യ ദശയിൽ തളർന്നു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ ഭക്തിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചതായിട്ട് പറയുന്നില്ല. ഭക്തി അപ്പോഴും യൗവനയുക്തയായിരുന്നു എന്നാണ്. അപ്പൊ ഭാഗവതം കേട്ടതുകൊണ്ട് ഭക്തിക്ക് പിന്നീട് ഒരു യൗവനത്വമൊന്നും ഉണ്ടായിട്ടില്ല. യൗവനത്വത്തിലേക്ക് തിരിച്ചു വന്നതാരാ? അവിടെയാണ് പ്രസക്തി. യൗവനത്തിലേക്ക് തിരിച്ചു വന്നത് വാർദ്ധക്യ ദശയിൽ കിടന്ന ജ്ഞാനവും വൈരാഗ്യവും. അങ്ങനെയാണെങ്കിൽ ഭാഗവതം ശ്രവിക്കുന്നത് വഴി എന്താ നമുക്കിനി ഉണ്ടാവേണ്ടത്? ഇനി ഭക്തിയൊന്നുമല്ല. ഭക്തി നമുക്കുണ്ട്. ഭക്തി ഇനി ഉണ്ടാവേണ്ട. നമുക്കില്ലാതായിരിക്കുന്നത് നമ്മളിലുള്ള യഥാർത്ഥ ഈശ്വരജ്ഞാനവും വിഷയ വൈരാഗ്യവുമാണ് നമുക്കില്ലാതായിരിക്കുന്നത്. 7 ദിവസത്തിലെ ഭാഗവത ശ്രവണം കൊണ്ട് ഉള്ളിലുള്ള ഈ ഭക്തിയെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതില്ലാതാവരുമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഭക്തി അപ്പോഴും യൗവനത്തിൽ നിൽക്കണം. 7 ദിവസം നിങ്ങൾ ഭാഗവതം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് തുടക്കത്തിൽ ഏത് ഭക്തി ഉണ്ടായിരുന്നോ ആ ഭക്തി അതുപോലെ നിലനിൽക്കണം. അതോടൊപ്പം തന്നെ ഉണങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ആരെ കൂടെ ഉണർത്തിക്കൊണ്ടുവരണം? ഈ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും. അതുകൊണ്ടാണ് മാഹാത്മ്യത്തിൽ അവസാനത്തെ വരിയിൽ പറയും പ്രകാശിത കോവി നവീന മാർഗ എന്ന് വ്യാസൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പുതിയതായിട്ടൊരു മാർഗത്തെയാണ് ഭാഗവതത്തിലൂടെ ആസൂത്രണം ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയതായിട്ട് ഭക്തിയോഗം എന്ന് പറയുന്നത് വ്യാസൻ കൊണ്ടുവന്ന ചിന്താഗതിയാണോ? വൈദിക കാലഘട്ടം തൊട്ട് ഇവിടെ എന്തുണ്ട്? ഭക്തിയുണ്ട്. വ്യാസൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭാരതീയർക്കോ സനാതന മതത്തിനോ ഭക്തി ഉണ്ടാവേണ്ട. ഭക്തി ഇവിടെ ഉണ്ട്. പിന്നെയോ ജ്ഞാനമാർഗം ഇവിടെ ഇല്ലേ? ഉപനിഷത്തിന്റെ വേദകാലഘട്ടം തൊട്ട് ഇവിടെ ജ്ഞാനമുള്ളതാ. വിഷയവൈരാഗ്യം എന്ന് പറയുന്നതോ എത്രയോ മഹാനുഭാവന്മാരായിരിക്കുന്ന ആളുകളുടെ ജീവചരിത്രങ്ങൾ നമുക്ക് വിഷയവൈരാഗ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ കർമ്മമാർഗങ്ങൾ, എന്താണ് ക്രിയാമാർഗങ്ങൾ, അതിലൂടെയാണല്ലോ വിഷയവൈരാഗ്യം ഉണ്ടാകുന്നത്. ജ്ഞാനങ്ങൾ, യജ്ഞങ്ങൾ, യാഗങ്ങളൊക്കെ നടത്തി, അതിരാത്രങ്ങൾ പോലെയുള്ള യാഗങ്ങളൊക്കെ നടത്തി വിഷയവൈരാഗ്യം വരുന്നുണ്ട്. അപ്പോൾ കർമ്മമാർഗവും ജ്ഞാനമാർഗവും ഭക്തിമാർഗവും ഇവിടെ പണ്ടേ ഉള്ളതാ. ഇനി വ്യാസനായിട്ട് പുതിയൊരു മാർഗമൊന്നും ഇവിടെ ക്രിയാമാർഗവും ജ്ഞാനമാർഗവും ഭക്തിമാർഗവും ഉണ്ടാകേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യാസൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ 3 മാർഗങ്ങളും എവിടെ ഉണ്ട്? ഭാരതത്തിലുണ്ട്. അല്ല പിന്നെ നാരദരെ എങ്ങനെയാ ഭക്തിയുടെ ആചാര്യനാക്കുക? വ്യാസന് ശേഷമാണ് ഭക്തി ഇവിടെ ഉണ്ടായതെങ്കിൽ അപ്പൊ ഭക്തിമാർഗം ഇവിടെ ഉണ്ട്. ഉപനിഷത്ത് എന്നേ ഉണ്ടായി? വേദങ്ങൾ എന്നുണ്ടായി? വൈദിക കാലഘട്ടം തൊട്ട് ഇവിടെ ക്രിയാമാർഗവും ജ്ഞാനമാർഗവും ഭക്തിമാർഗവും ഉണ്ടായെങ്കിൽ ഭാഗവതം ഉണ്ടായിട്ട് വേണോ ഇവിടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യം ഉണ്ടാവാൻ? അല്ല, അതല്ല അതിൻ്റെ തത്വം. അതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. ഈ മനുഷ്യർക്ക്
ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരുപോലെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും എന്താണ് വാർദ്ധക്യദശയിൽ കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ ഇപ്പോൾ തളർന്നു കിടക്കുന്നവയെ കൂടി ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യത്തെയും ഒരുപോലെയാക്കിക്കൊണ്ട്, അതിന് ഞാൻ പറയുന്നവരെ സമാനമാക്കിക്കൊണ്ടിട്ട് ഒരു എന്താണ് സമീകൃതമായ, അർത്ഥാൽ ഭാഗവതത്തിൽ ഭക്തിയുടെ മാർഗത്തെ പറ്റി പറയുന്നുണ്ട്, ജ്ഞാനമാർഗത്തെ പറ്റി പറയുന്നുണ്ട്, ക്രിയാമാർഗത്തെ പറ്റി പറയുന്നുണ്ട്. ഈ മൂന്ന് മാർഗത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട്, അല്ല ഭക്തിമാർഗം മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ തെറ്റാ, ഭാഗവതം പഠിച്ചിട്ടില്ലെന്നേ ഞാൻ പറയുള്ളൂ. ഭാഗവതം വന്നിട്ടല്ല ഇവിടെ ഭക്തി വന്നത്. ആ ഭക്തി ഉണ്ടായ ഭക്തിയെ നിലനിർത്തിക്കൊണ്ടിട്ട് ഇനിയും ഈശ്വരതത്വം എന്താണെന്ന് അറിയുവാനുള്ള ജ്ഞാനമാർഗം. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, എവിടെയൊക്കെയുണ്ട് ഭക്തി ഭാഗവതകളിൽ? എൻ്റെ ഒരൊറ്റ ചോദ്യം. ഇപ്പൊ തിരുമേനി പറഞ്ഞിട്ട് പോയല്ലോ, കപിലോപദേശത്തിൽ എന്ത് യോഗമാണ് പറയുന്നത്? ഒന്നാം തരം സാഖ്യയോഗ. അവിടെ എവിടാ ഭക്തി പറഞ്ഞത്? പിന്നെ അതിലേക്ക് വരാനുള്ള ഭക്തിയെ പറ്റി ലാസ്റ്റ് പറയുന്നുണ്ട്. ഉദ്ധവോപദേശം, അവിടെ എവിടാ ഭക്തി? പുരഞ്ജന ഉപാഖ്യാനം, എവിടാ ഭക്തി? അവിടെ എങ്ങും ഭക്തിയെ പറ്റിയല്ല പറഞ്ഞ, ജ്ഞാനമാർഗത്തെ പറ്റിയ. പ്രഹ്ലാദന്റെ കഥ പറയുന്നിടത്ത് എന്താണ്? ഒന്നാം തരം ഭക്തിയാ. അതേപോലെ തന്നെ ഋഷഭന്റെയും ജയഭരതന്റെയൊക്കെ കഥ പറയുന്നിടത്ത് ഒന്നാം തരം ക്രിയാമാർഗത്തെ പറ്റിയ. നോക്കുക, ഭാഗവതത്തിലെ ഓരോ കഥകൾ ഒന്ന് ഭക്തിയെ പറഞ്ഞാൽ അടുത്ത നിമിഷം ജ്ഞാനമാർഗത്തിലേക്ക് പോകും, അടുത്ത മാർഗം ഏതിനെപ്പറ്റി പറയും? കർമ്മമാർഗത്തെ പറ്റി. ഇങ്ങനെ മിക്സ് ചെയ്താണ്. നോക്കിക്കൊള്ളുക, ഭാഗവതത്തിലെ ഓരോ പ്രകരണങ്ങളും എടുത്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിങ്ങനെ മിക്സ് ചെയ്ത്. കാരണം സാധാരണക്കാരായിരിക്കുന്ന നമുക്ക് ഭക്തിയുടെ ഈ പറയുന്ന തരത്തിലുള്ള നിലയിലേക്കൊന്നും ഉയരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിലുള്ള ഭക്തിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ പുതിയതായിട്ട് വ്യാസൻ ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ്, മാർഗമാണ് ഭാഗവതം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഭാഗവതം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്, ഗൈഡാണ്. എന്താണ് ആ പറയുന്ന മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെക്കുറിച്ച് അറിയാൻ സാധിക്കും? ഭഗവാനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഭാഗവതം ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഒരുപോലെ നമുക്ക് നോക്കുക. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്? ഏറ്റവും നല്ലതാണ്. പണ്ട് ഇനിയും മറ്റൊന്ന്, ഭക്തി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, ഭക്തി എവിടെ ഉണ്ടാവേണ്ടത്? ഭക്തി ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്. അടുത്ത ജ്ഞാനം എവിടെ ഉണ്ടാവേണ്ടത്? ആണോ? കർമ്മം ചെയ്യുന്നത് എന്താ? എങ്ങനെ കർമ്മം ചെയ്യുന്നത്? കൈകൊണ്ടാണ്. ഇനിയും വരും ഏകാദശത്തിലെ നിമി നവയോഗി സംവാദത്തിൽ ആദ്യത്തെ ചോദ്യം ഉത്തരം പറയുന്നത് ഈശ്വരൻ്റെ അന്വേഷണത്തിൽ ആദ്യം നിങ്ങളുടെ ത്രികരണങ്ങളും ഭഗവാനിൽ അർപ്പിക്കാനാണ്. ഏതാ ത്രികരണങ്ങൾ? ഏത് കാര്യം നേടുവാനും നമുക്ക് 3 സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് 3 കരണങ്ങൾ ഉണ്ട് എന്നർത്ഥം. ത്രികരണങ്ങൾ എന്നാണ്. ഏതാ ത്രികരണങ്ങൾ? ഉപകരണം എന്ന് കേട്ടിട്ടുണ്ടോ? ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, കരണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഉപകരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും 3 കരണങ്ങളാണ് ഇങ്ങോട്ടേക്ക് തന്നിരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വീട് വെക്കണം എന്നൊരു ഇതുണ്ട്. വീട് വെക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? വീട് വെക്കണമെങ്കിൽ എന്താണ്? ഭൂമി ഉള്ളവരാരും വീട് വെക്കാറില്ലല്ലോ. പൈസ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഭൂമിയുണ്ട്, എന്താ വെക്കാത്തത്? ഇതൊന്നുമല്ല. ആദ്യം വീട് വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. അതെവിടെ ഉണ്ടാവുന്നത്? മനസ്സിൽ. സംശയമൊന്നുമില്ല. അടുത്തത് എന്താ വേണ്ടത്? എനിക്ക് കിട്ടിയ പണത്തിൽ, എൻ്റെ കയ്യിലുള്ള പണത്തിൽ, എൻ്റെ ഉള്ള ഭൂമിയിൽ എത്ര വലിപ്പത്തിൽ ഒരു വീട് വെക്കാമെന്നുള്ള അറിവ് ഉണ്ടാവണം. അറിവ് എവിടെ ഉണ്ടാകുന്നത്? ഇവിടാണോ? ബുദ്ധിയിലല്ലേ? ഇപ്പം ജ്ഞാനം. അടുത്തത് എന്ത് ചെയ്യണം? അതിനുള്ള കർമ്മം ചെയ്യണം. എന്തുകൊണ്ട്? ശരീരം. പോർത്തോളുക, നിസാരമായിരിക്കുന്ന ഒരു കാര്യത്തിനും നമുക്ക് ഈ 3 കരണങ്ങളും വേണം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ ഇതിന് പറയുന്ന പേര് ത്രികരണം. ഏതൊക്കെയാണ്? ശരീരം, മനസ്സ്, ബുദ്ധി. ഈ 3 കരണങ്ങളില്ലെങ്കിൽ ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈശ്വരാന്വേഷണത്തിനും വേണ്ടുന്നത് ഏതാ?
ഇത് മൂന്നുവാ. ഏതൊക്കെ? മനസ്സ്, ബുദ്ധി, ശരീരം. അങ്ങനെയാണെങ്കിൽ മനസ്സാണ് ഭക്തിയെങ്കിൽ, മനസ്സിലാണ് ഭക്തി ഉണ്ടായെങ്കിൽ ഈശ്വരൻ അറിയാൻ എന്തു വേണം? മനസ്സുകൊണ്ട് ഭക്തി ഉണ്ടാവണം. അടുത്ത് എന്തുണ്ടാവണം? ഈശ്വരൻ എന്താണെന്നുള്ള അറിവ് നേടണം. അതിനുശേഷം ഈശ്വരനെ നേടാനുള്ള ജ്ഞാനമുണ്ടാവണം. പക്ഷേ ഇത് മൂന്നും ഒരുപോലെ കിട്ടണമെന്നില്ല. ഒന്നാകുമ്പോൾ, ഒന്ന് മെയിൻ ആകുമ്പോൾ മറ്റേത് രണ്ടും സബ്സിഡിയറി ആയിട്ട് നിൽക്കണം. ഇവിടെ അതാണ് പറഞ്ഞത്. ഭക്തി ചെറുപ്പക്കാരിയായിരുന്നു, പക്ഷേ മക്കൾ ഏത് നിലയിലാ? വാർദ്ധക്യദശയ. നടക്കുവോ? അതുകൊണ്ട് അതിനൊപ്പം തന്നെ സബ്ബായിട്ട് ആരും വരണം? ഭക്തിയും ഭക്തിയുടെ രണ്ട് മക്കളും, ജ്ഞാനവും വൈരാഗ്യവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് മെയിൻ ആവുമ്പോൾ രണ്ട് മറ്റേത് രണ്ടും സബ്സിഡി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരാൾക്ക് ഭക്തി ഭഗവാനിലെ കലശലായിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സബ്ബായിട്ട് എന്തുണ്ടാവണം? ജ്ഞാനവും വൈരാഗ്യവും. ഇല്ല, ഭക്തി കിട്ടില്ല എന്നർത്ഥം. പണ്ട് പ്രീ ഡിഗ്രി ഞാൻ പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവനാണ്. മെയിൻ മാത്സ് മാത്രം പഠിക്കാൻ പറ്റുമോ? സബ്ബായിട്ട് ആരും വേണം? ഫിസിക്സും കെമിസ്ട്രിയും സബ്ബായാലേ ആരെ കിട്ടൂ? മാത്സ് കിട്ടൂ. അതേപോലെ തന്നെ ബോട്ടണി ആണെങ്കിലോ സുവോളജിയും ബയോളജിയും എന്തായിരിക്കണം? സബ്. അപ്പോൾ ഒന്ന് മെയിൻ ആകുമ്പോൾ മറ്റേത് രണ്ടും സബ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഭക്തിയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അയക്ക് സബ്ബായിട്ട് എന്തു വേണം? ഇത് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പറയും. ജോൺ ഡൂയി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താ പറയുക? ഒന്ന് മെയിൻ ആകുമ്പോൾ രണ്ട് സബ്. ഏതാ? 3 തരത്തിലാണ് കുട്ടികളെ സാധാരണ വിലയിരുത്തുന്നത്. കുട്ടിയുടെ പഠന മേഖലയെ. ഒന്ന് അവൻ്റെ വൈകാരിക മേഖല, മറ്റേത് രണ്ടാമത്തേത് അവൻ്റെ ബുദ്ധിയുടെ മണ്ഡലം, മൂന്നാമത്തേത് അവൻ്റെ ശാരീരിക മണ്ഡലം. അപ്പം മനോമണ്ഡലം, ബുദ്ധിമണ്ഡലം, ശാരീരിക മണ്ഡലം. ബുദ്ധിമണ്ഡലം കൂടിയിരിക്കുന്നവർക്ക് ഏത്? ശാരീരിക മണ്ഡലവും അതേപോലെ തന്നെ മാനസിക മണ്ഡലവും സബ്ബായിട്ട് നിൽക്കും. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അഫക്റ്റീവ് ഡൊമൈൻ, കൊഗ്നിറ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ ക്ലാസ്സുകളിൽ കാണും. പക്ഷേ അവൻ ഇച്ചിരി സംഗീതത്തിലോ നൃത്തത്തിലോ സ്പോർട്സിലോ കഴിവില്ല എന്നല്ല, അത് രണ്ടും അവൻ്റെ എങ്ങനെ നിൽക്കുകയുള്ളൂ? സബ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി ഓടിക്കളിക്കുന്നവർ കാണും പിള്ളേർ. പക്ഷെ അവൻ്റെ പഠനത്തിനുള്ള കഴിവും കലാപരമായിരിക്കുന്ന കഴിവുകളും കുറവ്. കലയിൽ അങ്ങേയറ്റം നിൽക്കുന്നവരുണ്ട്, പഠിത്തത്തിൽ ഇത്തിരി പുറകിലും സ്പോർട്സിലും ഇത്തിരി പുറകിലും. പക്ഷേ അവർ മാത്രമാണോ? ഇത് മൂന്നും തുല്യമായിട്ടുള്ളവർ കാണും. അതിനാണ് പറയുന്നത് ഏത്? നമ്മൾ പറയല്ലേ, പ്രത്യേകതരയുള്ള കുട്ടികളായിട്ട് എടുത്തു മാറ്റി വെക്കുന്നു. അതാണ് ഭഗവത്ഗീതയിൽ 3 യോഗങ്ങളെ പറ്റി പറയും. ആദ്യം പറയുന്നത് ഏതാ? കർമ്മയോഗം, പിന്നീട് ഭക്തിയോഗം, പിന്നീട് ഏത് യോഗമാ? ജ്ഞാനയോഗം. സെപ്പറേറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു യോഗമുണ്ട്, രാജവിദ്യായോഗം എന്ന്. രാജരാജവിദ്യായോഗം എന്ന് പറഞ്ഞാൽ NH ഹൈവേ. അത് നമ്മളൊക്കെ പോകുന്നത് ഏതിലൂടെയാ? MC റോഡിൽ കൂടെയും കട്ട് റോഡിൽ കൂടെയും ചെന്ന് കയറുമ്പോൾ അതിലേക്കൂടെ പോകുന്നവന്മാർ മിടുമിടുക്കന്മാരാണ്. ഏതാ? ഈ 3 മണ്ഡലങ്ങളും ഒരുപോലെ നിൽക്കുന്നവർ എന്നർത്ഥം. അപ്പോൾ മാനസികമായും ബുദ്ധിപരമായും ശാരീരികവുമായ എല്ലാ മേഖലകളെയും അപ്രോച്ച് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ് ഭാഗവതം. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയൂ. ഭാഗവതത്തെ ഭക്തിയുടെ നിറവിൽ മാത്രം കാണാതെ ഇതിൽ നിന്നും ആധ്യാത്മികമായും അതേപോലെ തന്നെ ഭൗതിക വിഷയങ്ങളിൽ നിന്നുള്ള വിരക്തിക്കുകയും നൽകുന്ന ഒരു ശാസ്ത്രമായി കണ്ടുകൊണ്ട് 7 ദിവസം കൊണ്ട് നമുക്ക് 3 മേഖലകളെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത ഉള്ള ഗ്രന്ഥമായി കണ്ടുകൊണ്ട് വേണം ഭാഗവതത്തെ 7 ദിവസങ്ങളിലായിട്ട് ശ്രവിക്കണം എന്നുള്ളൊരൊറ്റ അഭിപ്രായത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ വാക്കുകളെ അങ്ങ് നിർത്തുകയാണ്. വളരെ അനൗപചാരികമായിട്ട് യാദൃച്ഛികമായിട്ട് വീണ് കിട്ടിയ ഒരു നിമിഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി ഇങ്ങനെ കിടന്നു. കാരണം ഞാനിങ്ങനെ ഭാഗവത ക്ലാസ്സുകളും ഗ്രന്ഥങ്ങളും ഒക്കെ എടുക്കാറുള്ള ആളാണ്. അപ്പോൾ എനിക്കിങ്ങനെ വാട്സപ്പിൽ ഈ നോട്ടീസ് വന്നു. പലരും എന്നോട് ചോദിച്ചു സാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാനില്ല, ഇങ്ങനെ നടക്കുന്നു എന്ന് നോട്ടീസിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ അറിഞ്ഞു എന്ന്. പക്ഷേ നിയോഗമെന്ന് പറയുന്നത് ഒന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ഇന്നത്തെ നിയോഗം. കാരണം രാമനാഥ് സാർ വന്നിരിക്കേണ്ട വേദിയാണ്. അവിടെ ഈ എളിയവനായിരിക്കുന്ന എനിക്കിവിടെ വരാൻ സാധിച്ചത് ഭഗവാൻ അയ്യപ്പൻ്റെയും ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും പിന്നീട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുഖ്യാചാര്യനായിരിക്കുന്ന ശ്രീ വിമൽ വിജയ് അവറുകളുടെയും ഒരു മനസ്സ്. എല്ലാവർക്കും, കേട്ടവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുകയാണ്. നമസ്കാരം.